ഗംഭീരം, ഗംഭീരം. നല്ലൊരു അനുഭവമായി. ഈ കാലഘട്ടത്തിനും വളരെ അങ്ങേയറ്റം യോജിക്കും. നമ്മുടെ ചരിത്രത്തെയും പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലാണ് അത് എടുത്തിട്ടുള്ളത്. വളരെ നന്നായി. ഇറങ്ങിയപ്പോ കണ്ടിരുന്നോ ഇത്? 89 പിന്നെ ഓരോ ഡയലോഗ് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ അർത്ഥം അത്രയ്ക്ക് അത് ഉള്ളിൽ ഉണ്ടായിരുന്നു. ക്വാളിറ്റിയും സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ, അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. താങ്ക് യു. വേറൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ. എന്താ പറയുക, വളരെ ആദ്യമായിട്ട് കാണുന്ന പോലെ അത്രയും തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ പടം കണ്ടത്. എന്താ പറയുക, ആ ഓഡിയോഗ്രാഫി, ഐ മീൻ മ്യൂസിക് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും മൊത്തത്തിലൊരു ഡിഫറെൻറ്റ് ഫീൽ. വണ്ടർഫുൾ, എക്സലൻറ്റ്. നല്ലതായിരുന്നു. റീ റിലീസ് വളരെ നന്നായി. ബീങ് എ മമ്മൂട്ടി ഫാൻ ഭയങ്കര സന്തോഷമുണ്ട് കാണാൻ. പഴയതിലും മെച്ചാണ്. ഗംഭീര അനുഭവം. ഡിഫറൻസ് എങ്ങനെയുണ്ട്? അതെ, അത് കണ്ടിരുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത് ക്വാളിറ്റിയൊക്കെ സൗണ്ടും എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല വേറോട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു പുതിയ അറിവാണ്. ഗംഭീര അനുഭവമായിരുന്നു. ഇനി ഒരുപാട് നല്ല നല്ല സിനിമ അങ്ങനെ വരട്ടെ, ഇങ്ങനെയുള്ള ക്ലാസിക് സിനിമകൾ ഇനി വരട്ടെ. എന്താ പറയുക, ഈ നമുക്ക് നമ്മൾ അന്ന് കണ്ടപ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യാത്ത ക്യാപ്റ്റൻ രാജു ഒക്കെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുന്ന എന്താ പറയുക പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ഡബ്ബിങ്ങിലും മമ്മൂക്ക എന്താ പറയുക പടത്തിൻ്റെ ഇത്രയും പ്രാവശ്യം കണ്ടിട്ട് പോലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നു. മനോഹരമായ എന്തായാലും എന്താ പറയുക ഡോൾബിയിലും അറ്റ്മോസ്ഫിയറും ഒക്കെ ചേർത്ത് വീണ്ടും പടം വന്നതിൽ വലിയ സന്തോഷം. കാരണം ഇതുപോലുള്ള ലെജൻഡുകൾ എടുത്തു വെച്ച പടങ്ങൾ, അതിലെ ടൈറ്റിലുകൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ തുടങ്ങുമ്പം അതിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ പടം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പ്രയാസം തോന്നും. ബോംബെ രവിയെ പോലെ, കൃഷ്ണമൂർത്തിയെ പോലെ, രാമേന്ദ്ര ബാബുവിനെ പോലെ, MG പോലെ, PV ഗംഗാധരനെ പോലെ ലെജൻഡുകൾ ഒന്നിച്ചു ചേർന്നൊരു സിനിമയില്ലേ, മനോഹരമായ സിനിമ, മനോഹരമായ സിനിമ. നല്ല എക്സ്പീരിയൻസ് തന്നെ. കൊച്ചിലെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാണ്, പക്ഷെ അതത്ര വലിയ ഓർമ്മയില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 36 വർഷത്തിന് ശേഷം എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെ അന്ന് കണ്ട അതേ TV-യിൽ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ഫിലിം സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ആവേശം, ഒരു രോമാഞ്ചമൊക്കെ ഒരു വേറെ തന്നെയാണ്. അതേ എക്സൈറ്റ്മെന്റിലാണ് ഇതിപ്പം ഇന്ന് രണ്ടാമതും കാണുന്നത്. ഒത്തിരി സന്തോഷം. ഈ സിനിമ കണ്ടിട്ടുണ്ട്, ആ കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ 1000 ഇരട്ടി ഇന്ന് ആസ്വദിച്ചു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ശബ്ദ സജ്ജീകരണവും അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വൽസിൻ്റെ ബ്യൂട്ടിയും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം മനോഹരമായിട്ടുണ്ട്. നോ വേർഡ്സ്. നല്ല സിനിമ. 89 ഇറങ്ങിയപ്പം അന്ന് ഞാൻ പ്രീ ഡിഗ്രി ആണല്ലോ പഠിക്കുന്ന സമയം. പക്ഷെ അത് കഴിഞ്ഞ് TV-യിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണുമല്ലോ. കളർ ഗ്രേഡിങ്ങും ആ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. 4K അതെ, 4K ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. വീണ്ടും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്ന സമയത്ത് ഒരു എന്താ പറയുക അനുഭവത്തിൻ്റെ നിറവും തികവും ഉണ്ടായെന്നേ വേണം പറയാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇമോഷണലി ഹുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് ഇതിൻ്റെ പ്രമേയമാകട്ടെ, ഇതിനകത്തെ ആർട്ടിസ്റ്റുകളുടെ എന്താ പറയുക അഭിനയ ചാതുര്യമാകട്ടെ, നമുക്കിപ്പോൾ തോന്നും ഇപ്പം ഇതാണോ അതിൻ്റെ ഗ്രാഫ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ ഈ മീറ്റർ ആണോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ മീറ്റർ അല്ലെങ്കിൽ പോലും ആ കാലത്ത് ആ മീറ്റർ ഇപ്പോഴും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് എന്താ പറയുക ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ അത് എന്താ പറയുക വൈകാരികമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ നെഞ്ചിലൊരു പെടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിറങ്ങളായി കാണാൻ, ശബ്ദത്തിൻ്റെ അതേ മാന്ത്രികതയിൽ ശബ്ദത്തെ ഇപ്പം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ അത്രയും സൗന്ദര്യ തികവിൽ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരുപക്ഷെ എന്താ പറയുക ഈ മറ്റേ ടെക്നോളജിയുടെ ഒരു വികാസത്തെ നമുക്ക് സിനിമയെ വീണ്ടെടുപ്പിലൂടെ ഇങ്ങനെ എത്തിക്കാൻ സാധിക്കണം. സിനിമയിൽ അത് എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സിനിമ അത്രയ്ക്ക് കണ്ട് ഒരു എന്താ പറയുക വിനോദ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അത് ആ നിലയിൽ പ്രേക്ഷകർക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. 36 വർഷത്തെ അത്ഭുത ചലച്ചിത്ര കാവ്യം
എത്ര പ്രാവശ്യം കണ്ടു എന്നുപോലും അറിയില്ല. ഇനിയും വന്നാൽ ഇനിയും കാണും. 4K സൗണ്ടിൽ കാണാൻ ഒരു ഭാഗ്യം സൃഷ്ടിച്ചു ശ്രീ PV ഗംഗാധരൻ സാറിൻ്റെ മക്കൾ. അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരൂല. അത്ര വളരെ മനോഹരം. ഈ മമ്മൂക്ക, ക്യാപ്റ്റൻ രാജു, ചിത്ര, ഗീത, മാധവി, ബാലങ്കൻ നായർ, ആരാണ് മോശം? ഒന്നുമില്ല. ഇനിയും വന്നാൽ ആ പടം കാണും. ഇനിയും കാണാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കട്ടെ. ഇതുപോലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി ഈ പടം കണ്ടിട്ടുണ്ട്. 1989 ഏപ്രിൽ 14 കൃപ ഉൾപ്പെടെയുള്ള തിയേറ്റർ റിലീസായപ്പോൾ അവിടെ വെച്ച് നമ്മൾ ആ പടം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അതിനെ കണ്ടു കൃപയിൽ. അതുമുതലാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയത്. ഈ പടത്തിൻ്റെ പ്രായമുണ്ട് ഞങ്ങൾ അസോസിയേഷന്. ഇന്നും ഞങ്ങൾ ഈ പടത്തിന് 36 വർഷമായിട്ടും ഈ പടം കാണാൻ ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതിനകത്ത് എല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. ഇനിയും വന്നാൽ ഇനിയും കാണും. അത്ഭുത ചരിത്രകാരന്, അടിപൊളി, ഒരു രക്ഷയില്ല.